എല്ലാവർക്കും യൂണിക്കോൺ എജു സീരീസിലേക്ക് സ്വാഗതം. സോ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ സിലബസ് വൈസ് നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള രീതി ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള 20 ക്വസ്റ്റ്യൻസിൽ സെറ്റ് 1 സെറ്റ് 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ചു നോക്കുക, അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ അതേപോലെ കൂട്ടത്തിൽ ഒന്ന് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി നോട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. സോ സെറ്റ് 1 ചെയ്യുന്ന സമയത്ത് 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, പോസ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള സെറ്റ് 2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ. സോ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്യുക. 100 ക്വസ്റ്റ്യൻസ് ഉള്ള 2 മോഡൽ ക്വസ്റ്റ്യൻസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതും കൂടി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അറ്റൻഡ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള സെക്ഷനിൽ 20 ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ ഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ. ലേസർ ഓപ്പറേഷൻ ബേസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഗെയിൻ മീഡിയം ഇൻ എ റൂബി ലേസർ ഈസ്. ഗെയിൻ മീഡിയം ഇൻ എ റൂബി ലേസർ ഈസ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് തന്നെയാണ്. അതിൻ്റെ എക്സാമ്പിൾസും കൂടി നോട്ട് ചെയ്ത് വെക്കുക. സോ ദ ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ലേസറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗെയിൻ മീഡിയം ഇൻ എ റൂബി ലേസർ ഈസ് ക്രോമിയം അയോൺസ്. ക്രോമിയം അയോൺസ് ആണ് റൂബി ലേസറിലുള്ള ഗെയിൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ എ ലേസർ പോപ്പുലേഷൻ ഇൻവേർഷൻ മീൻസ്. ലേസറിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ഹീലിയൻ നിയോൺ ലേസർ ടിപ്പിക്കലി എമിറ്റ്സ് ലൈറ്റ് അറ്റ്. അതിൻ്റെ വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസൊക്കെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. So answer for the third question, population inversion means more atoms in the excited state than the ground state. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാളും ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഹീലിയം നിയോൺ ലേസർ ടിപ്പിക്കലി എമിറ്റ്സ് എ വേവ് ലെങ്ത് ഓഫ് 632.8 നാനോമീറ്റർ. സോ അതിൻ്റെ വേവ് ലെങ്ത്ത് ഇതേ കൂട്ടത്തിൽ തന്നെ നോട്ട് ചെയ്യുക. ബാക്കിയുള്ള ലേസേഴ്സും അതിൻ്റെ വേവ് ലെങ്ത്തും കൂടി നോട്ട് ചെയ്ത് വെക്കുക. Coming to the fifth question, which type of optical fiber is used for a long distance communication? Long distance communication യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ഏത് ടൈപ്പാണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ കോർ ഡയമീറ്റർ ഓഫ് എ സിംഗിൾ മോഡ് ഫൈബർ അപ്രോക്സിമേറ്റ്ലി. കോർ ഡയമീറ്റർ ഓഫ് എ സിംഗിൾ മോഡ് ഫൈബർ. ഓപ്ഷൻസ് നോക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. സോ ആൻസർ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സിംഗിൾ മോഡ് ഫൈബർ. സിംഗിൾ മോഡ് ഫൈബേഴ്സ് ആണ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതേപോലെ കോർ ഡയമീറ്റർ ഓഫ് എ സിംഗിൾ മോഡ് ഫൈബർ ഈസ് 8 to 10 മൈക്രോമീറ്റേഴ്സ്. 8 to 10 മൈക്രോമീറ്റേഴ്സ്. So coming to the next question, that is the 7th and 8th question, in optical fibers the phenomenon that keeps light confined within the core is. ഒപ്റ്റിക്കൽ ഫൈബറിലുള്ള ഫിനോമിനൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 8th ക്വസ്റ്റ്യൻ, ദ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് എ ഒപ്റ്റിക്കൽ ഫൈബർ ഡിറ്റർമൈൻസ്. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. സോ കമ്മിങ് ടു ദ ആൻസർ, 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഒപ്റ്റിക്കൽ ഫൈബറിലുള്ള ഫിനോമിനൻ ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമ്മൾ ഫൈബേഴ്സ് ഒപ്റ്റിക്കൽ ഫൈബർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് തന്നെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതേപോലെ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ ഡിറ്റർമൈൻസ് ദ ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റി. ദ ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റി ആണത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കമ്മിങ് ടു ദ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഓഫ് സെറ്റ് 1 ഓഫ് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്, ദ ഡിസ്പേർഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ലീഡ്സ് ടു. ഡിസ്പേർഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ലീഡ്സ് ടു എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. 10th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേസേഴ്സ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ലേസേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒരു എക്സാമ്പിൾസും ഒക്കെ നോക്കി വെച്ചാൽ
നല്ലതായിരിക്കും. ലേസേഴ്സ് എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ കമ്മിങ് ടു ദ ആൻസർ, ഡിസ്പേർഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ലീഡ്സ് ടു ദ സിഗ്നൽ ബ്രോഡനിങ്. അതേപോലെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ലേസറാണ്. സോ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് നോക്കുക, എത്രമാത്രം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ലേസർ ഓപ്പറേഷൻ ദ ഫീഡ്ബാക്ക് മെക്കാനിസം ഈസ് അച്ചീവ്ഡ് ബൈ. ഫീഡ്ബാക്ക് മെക്കാനിസം എങ്ങനെയാണ് ലേസറിൽ അച്ചീവ് ചെയ്യുക? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വർക്കിംഗ് ലേസർ വാസ് ബേസ്ഡ് ഓൺ. ഫസ്റ്റ് വർക്കിംഗ് ലേസർ ഏതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലേസേഴ്സ് ആയിരുന്നു? Coming to the answer, in laser operation, the feedback mechanism is achieved by mirrors in the cavity. Mirrors in the cavity എന്നുള്ള ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ ഫസ്റ്റ് വർക്കിംഗ് ലേസർ ഈസ് ബേസ്ഡ് ഓൺ റൂബി ക്രിസ്റ്റലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് വർക്കിംഗ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേവ് ലെങ്ത് ഓഫ് എൻഡിയാഗ് ലേസർ ഇൻ ഇറ്റ്സ് ഫണ്ടമെൻ്റൽ മോഡ് ഈസ്. ഫണ്ടമെൻ്റൽ മോഡിലുള്ള എൻഡിയാഗ് ലേസറിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? Fourth question, in a fiber optic cable, the cladding has. ഫൈബർ ഒപ്റ്റിക് കേബിളിൽ ക്ലാഡിങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കമ്മിങ് ടു ദ ആൻസർ, ദ വേവ് ലെങ്ത് ഓഫ് Nd:YAG lasers in its fundamental mode is 1064 നാനോമീറ്റർ. 1064 നാനോമീറ്റർ. അതേപോലെ ഇൻ എ ഫൈബർ ഒപ്റ്റിക് കേബിൾ ദ ക്ലാഡിംഗ് ഹാസ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ കോർ. അതിൽ ക്ലാഡിങ്ങിനുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ ദ കോറിനേക്കാളും ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ക്ലാഡിങ്ങിന് ഉണ്ടാവുക. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റുനേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഈസ് ടിപ്പിക്കലി മെഷേർഡ് ഇൻ. അറ്റുനേഷൻ എങ്ങനെയാണ് മെഷേർ ചെയ്യുക? അതായത് സിംപ്ലി അറ്റുനേഷൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഡിസ്പേർഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഏത് ടൈപ്പ് ഓഫ് ഡിസ്പേർഷനാണ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻസൊക്കെ നോക്കുക. സോ നമ്മുടെ ആൻസർ അറ്റുനേഷൻ്റെ യൂണിറ്റിൽ ഡെസിബൽ പെർ കിലോമീറ്റർ എന്നാണ്. ഓപ്ഷൻ 2 ആണ് അറ്റുനേഷൻ്റെ യൂണിറ്റായിട്ട് വരിക. അതായത് അറ്റുനേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ ഡെസിബൽസ് പെർ കിലോമീറ്റർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഡിസ്പേർഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്? ഇറ്റ് ഈസ് ക്രൊമാറ്റിക് ഡിസ്പേർഷൻ. ക്രൊമാറ്റിക് ഡിസ്പേർഷനാണ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. Coming to the next question, the bandwidth distance product for single mode fiber is typically. Single mode ഫൈബറിലുള്ള the bandwidth distance എത്രയാണ്? ഓപ്ഷൻസ് നോക്കുക, ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. 8th question, ഒപ്റ്റിക്കൽ ഫൈബർ ആർ മെയ്ഡ് ഓഫ്. ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? Okay, coming to the answer, the bandwidth distance product for single mode fibers is typically 10 gigabytes per second kilometer. GBPS means gigabytes per second. അതേപോലെ 8th question, optical fibers are made of glass or plastic. Optical fibers are made of glass or plastic. Coming to the last 2 questions of set 2 of laser and fiber optics. അതിൽ 9th question, in a laser the active medium determines. Active medium ഏതിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? സോ 10th question, ഫൈബർ ബ്രാഗ് ഗ്രേറ്റിംഗ് ആർ യൂസ്ഡ് ഫോർ. ഫൈബർ ബ്രാഗ് ഗ്രേറ്റിംഗ് ആർ യൂസ്ഡ് ഫോർ. ഏതിനെയാണ് ഫൈബർ ഗ്രേറ്റിംഗ് യൂസ് ചെയ്യുന്നത്? ഗ്രേറ്റിംഗ്സ് യൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ ആൻസർ, ഇൻ എ ലേസർ ദ ആക്റ്റീവ് മീഡിയം ഡിറ്റർമൈൻസ് ദ വേവ് ലെങ്ത് ഓഫ് ദി ലേസർ. ലേസറിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്റ്റീവ് മീഡിയം യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് മീഡിയം ഡിറ്റർമൈൻസ് ദ വേവ് ലെങ്ത് ഓഫ് ദി ലേസർ. ദെൻ ഫൈബർ ബ്രാഗ് ഗ്രേറ്റിംഗ്സ് ആർ യൂസ്ഡ് ഫോർ ഡിസ്പേർഷൻ കോമ്പൻസേഷൻ. സോ എല്ലാവരും ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്സിലുള്ള 20 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ, MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി അതും നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടി വാച്ച് ചെയ്യുക. ഓക്കെ,
Thank you for watching the video.